കൊട്ടുപോകരുത് തന്നെ കുത്തി പല തീർക്കളും പന്നളെ. കുറെ നേരമായി സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് അറിയാം സത്യാവസ്ഥ? 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇവൻ എനിക്ക് കഥ തന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പൊ തന്നെ അവന്റെ മുഖത്ത് ഞാനത് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇതാണ് സത്യത്തിൽ നടന്നത്. ഇതൊക്കെ പണ്ട് പലതവണ പറയാൻ ശ്രമിച്ചതാ ഞാൻ. പക്ഷെ അന്നൊക്കെ ചില മൂദേവികളും എന്റെ അമ്മയുടെ കൂടെ വന്ന് എനിക്ക് ചുറ്റും നിന്ന് പെൺപിള്ളേരായ കുറച്ച് അടക്കവും ഒതുക്കവും വേണം. ഇല വന്ന് മുള്ളി വീഴും, മുള്ളൊന്ന് തല വീഴും. അവളെയൊക്കെ അമ്മൂമ്മയുടെ അതിന് എന്നെ അവനെ ചേർത്ത് ഓരോ കഥകൾ ഉണ്ടാക്കി എന്റെ ചേട്ടന്റെ ചെവിയിൽ കുത്തിത്തിരികി. നീയൊക്കെ അല്ലേ കാര്യങ്ങൾ വഷളാക്കിയത്? നീയൊക്കെ എന്ത് വിചാരിച്ചു? എന്റെ കല്യാണം മുടക്കാന്നോ? അതിന് ഇതൊന്നും പോരാ. ഇതിനപ്പുറത്തെ പണികളുമായിട്ട് നിങ്ങൾ വന്നാലും നിന്നെ ഒന്ന് പേടിച്ചിരിക്കും എന്നെ കിട്ടുള്ള നാറികളെ. എന്നിട്ടിപ്പോ കല്യാണം മുടങ്ങാൻ പോയപ്പോ കൂടുതലും ഉണ്ടായിരുന്നു തള്ളേ. എടാ ചേട്ടാ, ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇവന്മാരെ കല്യാണത്തിന് വിളിക്കാത്തോണ്ട് ഇക്കണ്ട അലമ്പൊക്കെ ഇവന്മാരുണ്ടാക്കിയതെന്ന്. എന്നിട്ട് എന്റെ സ്വന്തം ചേട്ടനായി നിനക്ക് മനസ്സിലായല്ലോടാ പൊട്ട. എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം വന്ന എല്ലാ പുന്നാര മക്കളോടും കൂടി പറയുക, അടുത്ത 1 മിനിറ്റിനകം ഇവിടുന്ന് സ്ഥലം വിട്ട് പോയില്ലെങ്കിൽ എവന്റെയൊക്കെ തള്ളയ്ക്കും തന്തയ്ക്കും പിള്ളയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കെട്ടിയോൾമാർക്ക് എന്തെങ്കിലും മഹാമാരി വന്ന് പുഴുത്ത് ചാവണേ എന്റെ ദൈവമേ.